എത്രയും പ്രിയപ്പെട്ട ദിവ്യയ്ക്ക്. എടാ എന്താടാ ഇത്? നിനക്ക് പറ്റില്ലെങ്കിൽ പറ, നമ്മുടെ ആസ്ഥാന എഴുത്തുകാരനെ കൊണ്ട് എഴുതിക്കാം. നല്ല ഒന്നാം തരം റൊമാൻറ്റിക് ഇമെയിൽ. എടാ എനിക്ക് മനസ്സിലാവാത്തതല്ല, അവൾ എന്തിനാണ് ഇമെയിൽ അയക്കാൻ പറഞ്ഞത്? നിങ്ങൾ ഡെയിലി ഇവിടെ കടയിൽ കാണുന്നതല്ലേ, അപ്പോൾ കാര്യം പറഞ്ഞാൽ പോരെ? അത് ഡിஏജി വേണ്ട, അവൻ കാരണമാണ് ഞാനിപ്പോൾ മെയിൽ ടൈപ്പ് ചെയ്യേണ്ടി വന്നത്. അത് ശരിയാവില്ല. എന്തോ മണക്കുന്നുണ്ടല്ലോ. സത്യം പറ, നീ അവനെന്തെങ്കിലും പറഞ്ഞ? ഞാൻ അവനൊന്നും പറഞ്ഞില്ല. പിന്നെ ഞാൻ അവളോട് പറഞ്ഞ് എഴുത്തിരുന്ന വലിയ കാര്യമൊന്നുമില്ലെന്ന്. അതാണ് എനിക്കിപ്പോൾ പണിയിട്ടത്. വെറുതെ അല്ല, ചോദിച്ച് മേടിച്ച പണിയാണ് അല്ലേ? എഴുത്തിലൊന്നും അത്ര കാര്യമില്ല അല്ലേ? മോൻ എഴുതിട്ടാ. അല്ലെങ്കിൽ പോട്ടെ, ഞാൻ ഹെൽപ്പ് ചെയ്തില്ലെന്ന് വേണ്ട. എടാ ഇതിനെ ഭാവനയുള്ളൊരു ഹൃദയമാണ് വേണ്ടത്, അല്ലാതെ എൻ്റെ അയ്യം ബുദ്ധിയൊന്നും കാര്യമില്ല. വേണ്ട, ഞാൻ തന്നെ എഴുതിക്കോളാം. ഞാൻ തന്നെ ചെയ്യുന്നതാണ് എൻ്റെ ശരി. എടി ഞാൻ ചെയ്യാൻ വന്നിട്ട് നീ എഴുതിയാന്ന് പറഞ്ഞോ? ആ കുഴപ്പമില്ല, താ ഇങ്ങനെ. എടാ സാമേ, ബുദ്ധി പ്രയോഗിക്കേണ്ടത് പ്രയോഗിക്കണം, മനസ്സിലായി? അല്ലാതെ ഡേറ്റിന് വേണ്ടി ഒരുമാതിരി ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തുകൊണ്ടേ കൊടുത്തിട്ട് ഒരു കാര്യമില്ല. ചേട്ടനെ കണ്ടുപിടി. ഇനിയിപ്പോൾ ഒരു മാസം ഞാൻ അല്ലാതെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതല്ലേ? എൻ്റെ പ്രിയപ്പെട്ട ദിവ്യയ്ക്ക്. അത് ഭയങ്കര ക്ലീശയായി പോലെ. നമ്മൾ പരിചയപ്പെട്ടിട്ട് അധികം നാളായിട്ടില്ല. ഞാനാണെങ്കിൽ ഇതുവരെ ഒരു പെൺകുട്ടിയോട് ഡേറ്റിന് പോകുന്ന കാര്യത്തെക്കുറിച്ച് ചോദിച്ചിട്ടേ ഇല്ല. അത് പേടികൊണ്ടല്ല, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷേ 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 പക്ഷെ മീനു അവളെന്നെ മറന്നിട്ടുണ്ടാവൂടാ. നമുക്ക് അങ്ങനെയൊക്കെ പറ്റും? അല്ലെങ്കിൽ ഞാൻ അവൾക്കൊരു കത്ത് എഴുതി നോക്കിയാലോ? ഇനി ഞാൻ റൊമാൻറ്റിക് അല്ലാത്തതുകൊണ്ടായിരിക്കും. ഇതാണ് നിന്നോട് ഞാൻ വേണ്ടാന്ന് പറഞ്ഞത്. എന്നാലും മീനു, നീ ഒന്ന് വിട്ടല്ലേ. നിന്റെ സാലറി വേണോ? എടേ നിന്റെ സാലറി വേണോ? വന്നോ? അത് ഞാൻ നോക്കിയില്ല. എന്റേത് വേണം, 10 വേണുള്ളൂ. കൺഗ്രാറ്റ്സ്. അല്ല നീയല്ലേ പറഞ്ഞു എനിക്ക് 20 വരുന്നു അല്ലേ? ഞാനിപ്പോ നിന്നെ ചോദിച്ചിട്ട് വരാം. നീ വെറുതെ അലമ്പുണ്ടാക്കാൻ പോലെ. എടി പിന്നെ 10 എന്താവാനാണ്? മറ്റേ മലപ്പുറം കത്തി പവനായ ശതമാനമായി അതല്ലേ? അതിപ്പോ പറഞ്ഞണ്ട, ശവത്തിൽ കുത്തണ്ട. സർ, മേ ഐ കം ഇൻ? എന്താ ഡി ജി, സാലറി ഒന്നും വേണില്ലേ? അല്ല, സാലറി വേണം സർ. ബാക്കിയൊന്നുമില്ല. അടുത്ത മാസം സാലറി അടുത്ത മാസം വീഴും. അല്ല, ഞാനൊരു 20 പ്രതീക്ഷിച്ചിരുന്നത്. ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നോ? അല്ല, അങ്ങനെ പറഞ്ഞില്ല. ഒരു ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുമ്പോൾ ഇതാണ് അടുത്ത സ്റ്റാൻഡേർഡ്. പിന്നെ ആ വർക്ക് എന്താ ഞാൻ തന്നത്? അത് നടക്കണ്ട സാർ. എപ്പോൾ കംപ്ലീറ്റ് ചെയ്യും? അത് നാളെ തീരും സാർ. സാർ പക്ഷേ സാലറി ഒരു പ്യൂണിന് പോലും ഇതിനേക്കാളധികം സാലറി ഇല്ല സാർ. അത് ഡി ഐ ജി, ജസ്റ്റ് ഉള്ളോ, നാളെ സംസാരിച്ചപ്പോൾ നമുക്ക് മതി, അത് മതി പ്ലീസ്. ഓക്കെ സാർ. ഇത് കൊള്ളാലോ, നോക്കിക്കേ. ഈ റിബൺസ് എല്ലാം ഓർഡർ ചെയ്താലോ? അധികം വേണ്ട, ചിലപ്പോൾ പെട്ടെന്ന് ട്രെൻഡ്സ് ഔട്ട് ആവും. ഈ സൈറ്റ് കൊള്ളാല്ലേ? ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രെൻഡ്സ് ഒക്കെ ഇതിലുണ്ട്. വേറെ കടകളിൽ വരുന്നതിന് മുമ്പ് പെട്ടെന്ന് ഓർഡർ ചെയ്യണം, അല്ലെങ്കിൽ പണി കിട്ടും. എല്ലാവരും ഓർഡർ ചെയ്യും. ഓൺലൈനിൽ ആർക്ക് വേണമെങ്കിലും ഓർഡർ ചെയ്യാമല്ലോ. ആ സൈറ്റൊക്കെ നല്ല പോപ്പുലറാണ്. അതും ശരിയാണ്. ഇപ്പം ഇവർ നല്ല ആഡ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ കോമ്പറ്റേറ്റേഴ്സ് ഇതൊക്കെ കാണുമല്ലേ? അത്രയും ഞാൻ ആലോചിച്ചില്ല. സാമാണ് പുലിയാണ് കേട്ടോ, ഞാൻ വിചാരിച്ച പോലെയല്ല. സ്മാർട്ടാണ്. എന്താണ് പാർട്ട്നേഴ്സ് തമ്മിൽ സീരിയസ് ഡിസ്കഷൻസ് ആണെന്ന് തോന്നുന്നു. അതൊന്നുമില്ല. അപ്പം ഞാനൊരു മണ്ടത്തരം പറഞ്ഞപ്പോൾ സാം എന്നെ കറക്റ്റ് ചെയ്യായിരുന്നു.
അവളെ കൊണ്ട് പറ്റുന്നതല്ലേ ചെയ്യാൻ പറ്റൂ. പപ്പ അവിനായിട്ട് ഇപ്പോൾ സാമിൻ്റെ കൂടെ അല്ലേ താമസിക്കുന്നത്? അതെ. നല്ല മിടുക്കം പയ്യനാണ്, ഹൈലി ടാലൻറ്റഡ്. ഇതുമാതിരി സിൻസിയർ ആയിട്ടുള്ള പിള്ളേരിപ്പം വളരെ കുറവാണ്. ഐ ലൈക്ക് ഹിം എ ലോട്ട്. അയ്യോ അത് പറഞ്ഞില്ലല്ലോ, അവി കളം മാറ്റി ചവിട്ടാൻ പോവാ. അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ജോയിൻ ചെയ്യാൻ പോവാ. റിയലി ഗുഡ്. അയാൾ പെട്ടെന്ന് സ്വന്തമായിട്ടൊരു സിനിമയും ചെയ്യട്ടെ. സാം, ദിവ്യ എങ്ങനെയുണ്ട്? കാണുന്ന മാതിരിയല്ല കേട്ടോ, ആള് നല്ല ഉടായിപ്പാ. അയ്യോ സീക്രട്സ് പുറത്തു വിടല്ലേ പപ്പ. അതെ, നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാൻ എന്തെങ്കിലും കഴിക്കാൻ ഓർഡർ ചെയ്തിട്ട് വരാം. സാം, ശരിക്കും പറഞ്ഞാൽ മോളെ കിട്ടിയത് എനിക്കൊരു വലിയ ബോണസാണ്. ഷീ ഈസ് സച്ച് എ സ്വീറ്റ് ഗേൾ. ഈ പ്രായത്തിൽ അവൾ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടാണ് ഈ കല്യാണം നടന്നത്. അവളുടെ ഏറ്റവും നല്ല ക്വാളിറ്റി എന്താണെന്ന് അറിയാമോ? എന്താ? അബ്സല്യൂട്ട്ലി നോ ഫോർമാലിറ്റി. നമുക്ക് എന്ത് കാര്യവും എങ്ങനെയും എപ്പോഴും അവളോട് തുറന്ന് പ്ലെയിനായിട്ട് സംസാരിക്കാം. സത്യം. ഞാൻ അവളുടെ അമ്മയെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ അവളുടെ റിയാക്ഷൻ അതെന്നെ ഞെട്ടിച്ചു കളഞ്ഞു. കാര്യമായിട്ടാണല്ലോ. സാം, പപ്പ നിന്നെ ഉപദേശിച്ച് വഴിയാക്കിയോ? ദിവ്യയെ കുറിച്ച് പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. എന്റെ പപ്പ എന്നെ ഇങ്ങനെ പുകഴ്ത്തി കൊല്ലല്ലേ. കണ്ടോ കണ്ടോ, എന്റെ സ്വഭാവം ഉണ്ടല്ലോ സാമിന് നന്നായിട്ട് അറിയാം. കണ്ടോ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ. ഒരു സെക്കൻഡേ. എക്സ് കുട്ടിയാനെ, ഞാൻ രാവിലെ ഒരു ഓഫർ തന്നിരുന്നു. എൻ്റെ ട്രീറ്റ് ഒരു സിനിമ, അത് കഴിഞ്ഞ് ഡിന്നർ. എൻ്റെ കയ്യിൽ നിന്നൊരു ട്രീറ്റ് കിട്ടാൻ എത്ര ബുദ്ധിമുട്ടാണെന്നറിയോ? അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഓക്കെ പറയുന്നതായിരിക്കും നല്ലത്. പിന്നെ എൻ്റെ ആ ഹിന്ദി പടം നാളെ നമ്മുടെ മമ്മൂക്കയുടെ പടം ഇറങ്ങുമ്പോൾ തിയേറ്റർ വിടും. പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ല. എന്ത് പറയുന്നു? സാം ബോയ്. സാം ബോയ്. ഡയലോഗ് അടിക്കാതെ ടിക്കറ്റ് ബുക്ക് ചെയ്യട കൂതറ പിശാശെ. പിന്നെ കുട്ടിയാണ് നിന്റെ മറ്റവൻ.